കൊണ്ടിരിക്കുന്ന ദൈവദാസന്മാർ, ദൈവമക്കൾ ഏവർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും ആദ്യമേ അറിയിക്കട്ടെ. അപ്രതീക്ഷിതമായിട്ടാണെങ്കിലും ഇന്ന് രാത്രി നിങ്ങളുമായി പങ്കുചേരുവാൻ, ദൈവവചനം ഷെയർ ചെയ്യുവാൻ സർവശക്തനായ കർത്താവ് എനിക്കൊരു അവസരം ഒരുക്കി തന്നിരിക്കുകയാണ്. ഇതെല്ലാം ദൈവത്തിന്റെ ഹിതമായിരിക്കാം. പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിപ്പാനുണ്ടെങ്കിൽ അതിന് ദൈവം ഓരോ മുഖാന്തരങ്ങൾ ഒരുക്കുവാനിടയായി തീരും. ഈ മീറ്റിംഗിൽ ലീഡ് ചെയ്ത ദൈവദാസിമാർ, അനുഗ്രഹിക്കപ്പെട്ട വാർഷിപ്പ് നടത്തി നയിച്ച കർത്താവിന്റെ ദാസി, അതുപോലെ തന്നെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ ആദ്യമായി എന്ന് കാണുന്നതെങ്കിലും നമുക്ക് അടുത്ത് പരിചയപ്പെടാൻ അവസരങ്ങളൊന്നും കിട്ടിയിട്ടില്ല എങ്കിലും ഒരു രണ്ടു വാക്കിൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്തി എന്റെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകി തന്ന ആലോചന നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ കർത്താവ് ശരണപ്പെടുകയാണ്. എൻ്റെ പേര് സുനി ജോൺ എന്നാണ്. സ്വന്തം സ്ഥലം കൊല്ലം കുണ്ട്രയ്ക്കടുത്ത് വരും. അപ്പൊ ഞാനിപ്പോൾ കർത്താവിന്റെ വേലയിലായിരിക്കുന്നത് ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് പയ്യന്നൂർ സെന്ററിലെ ചെറുപാറ എന്ന് പറഞ്ഞ കണ്ണൂർ ചെറുപാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കർത്താവിന്റെ വേലയുള്ള ബന്ധത്തിൽ ഞങ്ങൾ 5 വർഷക്കാലമായി ആയിരിക്കുന്നു. എൻ്റെ സെൻട്രൽ പാർഷാണ് പാർഷ മെൽവിൻ ജോയ്. അപ്പൊ ഇന്ന് എന്നെ വൈകിട്ട് ഒന്ന് വിളിച്ചിട്ട് ചോദിച്ചു, പാർഷ ഫ്രീ ആണോ എന്ന് ചോദിച്ചു. അങ്ങനെ ഈ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യുവാനായിട്ട് അദ്ദേഹം നിർബന്ധിച്ചു. ഞാനിന്ന് ഫ്രീ ആണെന്ന് പറയുകയും അങ്ങനെ ഈ മീറ്റിങ്ങിൽ എനിക്ക് ഒരു അവസരം ഒരുക്കി തരികയും ചെയ്തു. ഇതെല്ലാം ദൈവത്തിന്റെ നിയോഗമാകാം. പരിശുദ്ധാത്മാവ് എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഇന്ന് രാത്രി ചെയ്തെടുക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കാരണം നമ്മുടെ ഹിതമല്ല ദൈവത്തിന്റെ ഹിതം. നമ്മൾ ഒരു കാര്യം ആഗ്രഹിക്കുന്നു, പക്ഷെ ദൈവം മറ്റൊന്ന് ചിന്തിക്കാറുണ്ട്. അപ്പൊ നമുക്ക് ദൈവഹിതത്തിനനുസരിച്ച് മുന്നോട്ട് പോകാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ആദ്യമേ ഞാൻ പറഞ്ഞു, നമ്മൾ ഒരിക്കലും പ്ലാൻ ചെയ്തതല്ല. അപ്പോൾ തന്നെ ഇന്ന് രാത്രി നിങ്ങളോട് സംസാരിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെയായിരിക്കും. നമ്മളോട് ദൈവാത്മാവ് ഇടപെട്ടിരിക്കും, അത് നിശ്ചയമായി. ഞാൻ ഈ മീറ്റിങ്ങിൽ കയറുന്നതിന് മുമ്പും ഈ വർഷിപ്പ് ഇങ്ങനെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളത്തിൽ തന്നതായ ഒരു ചിന്ത നമുക്ക് ഇന്ന് അല്പസമയം ആ വിഷയത്തിലേക്ക് പോകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആദ്യം നമ്മൾ വായിക്കാൻ ആഗ്രഹിക്കുന്നത് 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 12-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്കൊന്ന് കടന്നു പോകാം. 2 കൊരിന്ത്യർ 12-ാമത്തെ അധ്യായം. ആ 12-ാമത്തെ അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ നമുക്കെല്ലാവർക്കും, പ്രത്യേകിച്ച് ബന്ധക്കോസ് വിശ്വാസികൾക്കെല്ലാം വളരെ സുപരിചിതമായ ഒരു വേദവാക്യമാണിത്. കാരണം ഒട്ടനവധി ദൈവദാസന്മാരിൽ കൂടെ ശ്രേഷ്ഠമായ ദൈവികാലോചനകൾക്ക് കേട്ടിട്ടുള്ള ആ ദൈവമക്കളാകാം ഇന്ന് ഈ മീറ്റിംഗ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ തന്നെയും ഒരിക്കൽ കൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ വിഷയത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോവുകയാണ്. നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്തതായ ഒരു സന്ദേശം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിങ്ങളെ കേൾപ്പിക്കാൻ പോവുകയാണ്. കാരണം എൻ്റെ അന്തരാത്മാവോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ട ഒരു വിഷയം, ബലഹീനന്മാരിൽ തികഞ്ഞു വരുന്ന ദൈവത്തിന്റെ ശക്തി. നമ്മൾ ക്ഷീണിക്കുമ്പോൾ നമ്മെ ശക്തിപ്പെടുത്തുന്ന ദൈവത്തിന്റെ ശക്തി, നമ്മൾ ഇടറുമ്പോൾ നമ്മെ ബലപ്പെടുത്തുന്ന ദൈവത്തിന്റെ ശക്തി. അപ്പൊ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, എനിക്ക് ഒരടി മുന്നോട്ട് നീങ്ങുവാൻ പറ്റില്ല, ഞാൻ തളർന്നു എന്ന് നമ്മൾ ഓരോരുത്തരും പറയാറുണ്ട്. മാനസികമായി ശാരീരികമായി നമ്മുടെ ജീവിതത്തിന്റെ നേരെ കടന്നു വരുന്ന പല പ്രയാസങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും നടുവിൽ ഏത് കരുത്തനെയും അടിപതറിക്കുന്ന പൈശാചിക ശക്തികൾ നിരനിന്ന് പോരാടുമ്പോൾ, ഒരടി മുന്നോട്ട് വെക്കുവാൻ കഴിയാത്ത നിലയിൽ നമ്മൾ തളരുമ്പോൾ അവിടെ വീണുപോകാതെ നമ്മെ ബലപ്പെടുത്തി വീണ്ടും ദൈവഹിതത്തിനനുസരിച്ച് മുന്നോട്ട് നടത്തുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിയെ കുറിച്ചാണ് ഇന്ന് രാത്രി നമ്മൾ ഓരോരുത്തരും ചിന്തിക്കാൻ പോകുന്നത്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എങ്കിൽ നിശ്ചയമായും നിങ്ങളുടെ ഓരോ ചോദ്യങ്ങൾക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉത്തരം നൽകി തന്നിരിക്കും, നിശ്ചയം. നമുക്ക് ആ വാക്യത്തിലേക്കൊന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. അതിന്റെ 9-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു, എൻ്റെ കൃപ നിനക്ക് മതി. എൻ്റെ കൃപ, ദൈവത്തിന്റെ കൃപ, അതാണ് പൗലോസിന് ഇപ്പോൾ മതി എന്ന് ദൈവം പറയുന്നത്. ഇപ്പൊ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. പൗലോസ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്, 3 വട്ടം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്. ശാരീരികമായി താൻ സഹിക്കുന്ന
ആ വേദനകൾക്ക്, ആ ബുദ്ധിമുട്ടുകൾക്ക് ഒരാശ്വാസം, ഒരു വിടുതൽ ദൈവമേ നീ എനിക്ക് ഒരുക്കി തരണമേ. നോക്കുക, വെളിപ്പാടിന്റെ ആധിക്യത്തിൽ നിഗളിച്ചു പോകാതിരിക്കുവാൻ സാത്താനെ ശരീരത്തിൽ കുത്തുവാനായി ദൈവം തൊട്ടിരിക്കുന്നു എന്നാണ് പൗലോസ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കുക, പിശാച് ശരീരത്തെ ഉപദ്രവിക്കുവാൻ കൂടെയുണ്ട്. ശരീരത്തെ പിശാച് ഉപദ്രവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ശാരീരികമായ ഉപദ്രവങ്ങളുടെ മുമ്പിൽ ആ വേദന സഹിക്കാൻ കഴിയാതെ ആ വേദനയെ നീക്കിക്കളയുവാൻ സർവശക്തനായ ദൈവത്തോട് പൗലോസ് പ്രാർത്ഥിക്കുന്നു. എത്രയേ അവിടെ വ്യക്തമായി എഴുതി വെച്ചിരിക്കുന്നു, 3 വട്ടം പ്രാർത്ഥിക്കുന്നു. 3 വട്ടം. അപ്പൊ പ്രാർത്ഥിക്കുക, കർത്താവേ എനിക്കിത് സഹിക്കാൻ കഴിയുന്നില്ല, ഇതിൽ നിന്ന് എനിക്കൊരു വിടുതൽ തരണമേ, ഈ ശാരീരിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് എനിക്കൊരു വിടുതൽ തരണമേ എന്ന് പറഞ്ഞ് പൗലോസ് സർവശക്തനായ ദൈവത്തോട് 3 വട്ടമായി പ്രാർത്ഥിച്ചു. പക്ഷെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പൗലോസിനോട് പറയുന്നത്, ഞാനത് നീക്കിത്തരാമെന്നല്ല പറഞ്ഞതാ, ഈ വേദന നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും ഞാൻ ഒരു കാര്യം നിന്നോട് പറയാം, എന്റെ കൃപ അത് നിന്നോടൊപ്പം ഉണ്ട്. ഇന്ന് രാത്രി എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, നിങ്ങളോട് ഞാൻ പറയാം, ഒട്ടനവധി വിഷയങ്ങളുടെ മുമ്പിൽ ഭാരപ്പെട്ട് നിങ്ങളും ദൈവത്തോട് നിരന്തരം പല വിഷയങ്ങളുടെ മുമ്പിൽ ഭാരപ്പെട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. നിങ്ങളെ തളർത്തിക്കളയുന്ന, നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ്, കർത്താവ് ഇതിനൊരു മറുപടി എനിക്ക് തരണമേ എന്ന് പറഞ്ഞ് നിങ്ങളും അനവധി വിഷയങ്ങൾ ദൈവത്തിന്റെ മുമ്പാകെ വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ ഈ പ്രാർത്ഥനയ്ക്കെല്ലാം സർവശക്തനായ ദൈവം പറഞ്ഞിരിക്കുന്ന ഈ ഒറ്റ ഇതാണ്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ കൃപ നിന്നോട് കൂടെയുണ്ട്. ഇന്ന് രാത്രി എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾക്കെല്ലാം പറയുവാൻ കഴിയും, ജീവിതത്തിന്റെ നേരെ കടന്നു വന്ന സകല പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിച്ചത് നിങ്ങളുടെ ബുദ്ധിയല്ല, നിങ്ങളുടെ ശക്തിയല്ല, നിങ്ങളുടെ അറിവുകളല്ല, മറിച്ച് ഉയരത്തിലെ ദൈവത്തിന്റെ ശക്തിയാലുള്ള ആ ദൈവികമായ സഹായത്താലാണ് നിങ്ങൾ ഇതുവരെയും നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ അതിജീവിച്ചു നിൽക്കുന്നത്. നിങ്ങൾ ഓർക്കുക, നിങ്ങളെ കുത്തുവാൻ പൈശാചിക ശക്തികൾ തൊട്ടുപിറകിലുണ്ട്, നിങ്ങൾക്കെതിരായി നിന്ന് പ്രവർത്തിപ്പാൻ അനേകരുണ്ട്. നിങ്ങൾ പോകുന്നിടത്തൊക്കെയും ശത്രുക്കൾ പലതരത്തിൽ നിങ്ങളെ മാനസികവും ശാരീരികമായി പീഡിപ്പിച്ചു കൊണ്ടിരിക്കുക. പക്ഷേ ഇത്രയൊക്കെ പീഡക ജീവിതത്തിന്റെ നേരെ കടന്നു വന്നിട്ട് നിങ്ങൾ വീണു പോകുവാൻ, നിങ്ങൾ തകർന്നു പോകുവാൻ ദൈവം അനുവദിച്ചിട്ടില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, നിന്റെ മേൽ ഉയരത്തിന് ഒരു ശക്തിയെ ദൈവം പകർന്നിട്ടുണ്ട്, നിന്റെ മേൽ ദൈവത്തിന്റെ കൃപ പകർന്നിട്ടുണ്ട്. ഈ ലോകത്തിലെ സകല ദുഷ്ടാത്മ ശക്തികളെയും ജയിക്കുവാനുള്ള ഒരു ശക്തിയാണ് പ്രിയ ദൈവ പൈതലെ നിന്റെ ഉള്ളത്തിൽ ദൈവം പകർന്നിരിക്കുന്നത്. ഈ ലോകത്തിലെ സകലവിധ പോരുകളെയും ജയിക്കുവാനുള്ള ഒരു ശക്തിയാണ് ദൈവം നിങ്ങളുടെ ഉള്ളിൽ പകർന്നിരിക്കുന്നത്. അപ്പൊ ദൈവമക്കളുടെ കഷ്ടം മാറ്റുകയല്ല, ദൈവമക്കളുടെ കഷ്ടത്തിൽ കൂടെ അവരെ തളരാതെ നടത്തുക, അതാണ് ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. നിങ്ങൾ അനുഭവിക്കുന്ന ഏത് ബുദ്ധിമുട്ടുകളുടെ മുമ്പിലും വീണ്ടുപോകാതെ നിങ്ങളെ നടത്തുക, അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരോട് പറയുന്നു, നിങ്ങളുടെ ദുരിതം മാറുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുകയല്ല, നിങ്ങളുടെ വേദന മാറുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട. ഞാൻ ഒരു കാര്യം ഉറപ്പോടെ പറയാം, മരിക്കുന്നത് വരെ നിങ്ങൾ തളരാതെ നിങ്ങളെ നടത്തുന്ന ഒരു ശക്തി നിന്റെ ഉള്ളിൽ ദൈവം പകർന്നിട്ടുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ പകർന്നിട്ടുണ്ട്. നിങ്ങൾ ബലഹീനരാകാം, നിങ്ങൾ മാനുഷികമായി നോക്കിയാൽ നമുക്കൊന്നും അവകാശപ്പെടുവാനില്ല, നമ്മളെല്ലാം ബലഹീനരാണ്. ഒന്നല്ലെങ്കിൽ ഒരു തരത്തിൽ ഏതെങ്കിലുമൊക്കെ പ്രയാസങ്ങളാൽ ഭാരപ്പെടുന്നവരാകാം നമ്മൾ. പക്ഷെ നിങ്ങൾ ഓർക്കുക, പല കരുത്തന്മാരും വീണ് തകരുമ്പോ നിങ്ങളത് വീണു പോകാതെ നിൽക്കുന്നതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ, ഒറ്റ വാക്കിൽ പറയാം, യഹോവയായ ദൈവത്തിന്റെ കൃപയാണ്. കൃപ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ. ഇതിന്റെ താഴത്തെ വാക്യത്തിലേക്ക് ഞാൻ ഇങ്ങനെ കടന്നു വരുമ്പോ വേഗത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ 10ാമത്തെ വാക്യത്തിലാണ് ഇങ്ങനെ കാണുന്നത്, അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. അടുത്ത വാക്യം കൂടെ പറയുന്നു, ബലഹീനനായിരിക്കുമ്പോ തന്നെ ഞാൻ ശക്തനാകുന്നു. ഇന്ന് രാത്രി എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, നിങ്ങളെ നോക്കി ആളുകളെല്ലാം പറയുന്നു, നിനക്ക് എന്നെ അറിയാം, നിന്റെ പ്രാർത്ഥനയ്ക്ക് എന്താ മറുപടി കിട്ടാതെ, നിന്നെ കൊണ്ടെന്ത് ചെയ്യാൻ കഴിയും എന്നൊക്കെ വേണമെങ്കിൽ അവർക്ക് ചോദിക്കാം. മറ്റുള്ളവർ നോക്കുമ്പോൾ നിനക്ക് എടുത്തു പറയുവാനുള്ള യാതൊരു യോഗ്യതയില്ല, അവരുടെ കണ്ണിമുമ്പിൽ നീ ഒരു ബലഹീനനാ. പക്ഷേ ദൈവാത്മാവ് പറയുന്നത്, ഈ ബലഹീനനല്ല, നീ ശക്തനാണ്, ശക്തൻ. ഇന്ന് രാത്രി ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോട് ദൈവാത്മാവി ഞാൻ വിളിച്ചു പറയുന്നു, ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാക്കുന്നു.
ശക്തനാകുന്നു. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രിയപ്പെട്ടവരെ നിങ്ങളെ നോക്കി പറയുന്ന, ആമേൻ, നിരാശപ്പെടുത്തുന്ന, നിങ്ങളെ വേദനപ്പെടുത്തുന്ന, നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന പല പ്രതിസന്ധികളുടെ നടുവിലും മാനുഷികമായി തളർത്തിക്കളയുന്ന നിരാശപ്പെടുത്തുന്ന വാക്കുകളുടെ മുമ്പിലും ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, നീ അവരുടെ വാക്ക് കേൾക്കണ്ട, നീ ബലഹീനനല്ല, നീ ശക്തനാണ്. കാരണം എന്താന്ന് ചോദിച്ചാൽ നിന്റെ ഉള്ളിൽ ഉയരത്തിലെ ശക്തിയുണ്ട്. യേശു ക്രിസ്തു നിന്റെ ഉള്ളിൽ വസിക്കുന്നുണ്ടെങ്കിൽ നീ ഒരു സാധാരണ മനുഷ്യനല്ല, നീ ശക്തനാണ്. ശക്തൻ, ലോകത്തിലെ ശക്തികൾക്ക് കീഴടക്കാൻ കഴിയാത്തവൻ, ലോകത്തിലെ ദുഷ്ടാത്മസേനകൾക്ക് ജയിക്കാൻ കഴിയാത്തവൻ അവനാണ് നീ. അതെ, നീ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ശക്തനാകുന്നു. അപ്പൊ നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന ശക്തി 2 കൊരിന്തി ഈ ചാപ്റ്ററിലേക്ക് നമ്മൾ വരിക. 2 കൊരിന്തി 4-ാമത്തെ അധ്യായത്തിലാണ് തോന്നുന്നു. ഞാനത് വായിക്കാൻ ആഗ്രഹിക്കുന്നു. 2 കൊരിന്തി 4-ാമത്തെ അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യത്തിലേക്കൊന്ന് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. 2 കൊരിന്തി 4-ാമത്തെ അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. 7-ാമത്തെ വാക്യം, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമെന്നത്രേ വരേണ്ടതിനാ. ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. അപ്പൊ ദൈവത്തിന്റെ ശക്തി മൺപാത്രങ്ങളിലാണ് ഉള്ളത്. മൺപാത്രം, ചുരുക്കി പറഞ്ഞാൽ ഞാനും നിങ്ങളും വെറും മൺപാത്രങ്ങളാണ്. നമുക്കൊന്നും അവകാശപ്പെടുവാനില്ല, ഒരു ശ്രേഷ്ഠതയും പറയാനില്ല. പക്ഷെ നമ്മുടെ ഏറ്റവും വലിയ ശ്രേഷ്ഠത എന്താ എന്ന് ചോദിച്ചാൽ അത് ദൈവത്തിന്റെ ശക്തി നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, നിങ്ങളെ വിലയുള്ളവനാക്കുന്ന ഈ ഒരു ശക്തി, നിങ്ങളെ ബലഹീനരെന്ന് മറ്റുള്ളവർ പറയുമ്പോ നിങ്ങളെ ബലപ്പെടുത്തുന്ന ഒരു ശക്തി നിങ്ങളുടെ ഉള്ളിൽ ദൈവം പകർന്നിട്ടുണ്ട്. ഇതുവരെ ജീവിതത്തിന്റെ നേരെ കടന്നു വന്ന പ്രതികൂലങ്ങളെ ജയിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞത് ഈ ശക്തിയുടെ സഹായത്താലാണ്, ഉയരത്തിലെ ശക്തിയുടെ സഹായത്താൽ. രോഗങ്ങൾ നിങ്ങളെ കീഴടക്കാതിരിക്കുന്നു എങ്കിൽ, അതെ, നിങ്ങളെ തളർത്തിക്കളഞ്ഞ പല പ്രയാസങ്ങളുടെയും മുമ്പിൽ അതിനെ അതിജീവിച്ച് മുന്നോട്ട് വരുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഉയരത്തിലെ ഈ ശക്തിയുടെ സഹായത്താലാണ്. ഇന്ന് രാത്രി ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, എന്നെ കൊണ്ടൊന്നും കഴിയില്ലെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, അതെ, ഞാൻ ഒന്നിന് കൊള്ളാത്തവനെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, ഈ പ്രശ്നത്തിന്റെ മുമ്പിൽ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, അവരോട് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, ആരിത്, നീ അങ്ങനെ പറയരുത്. നിന്റെ ഉള്ളിൽ പകർന്നിരിക്കുന്ന ശക്തിയുടെ മഹത്വം നീ മനസ്സിലാക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ മേൽ ഞാൻ ഒരു ആത്മാവിനെ പകർന്നിരിക്കുന്നു. ഈ ആത്മാവ് ഭീരുത്വത്തിന്റെ ആത്മാവല്ല, ഈ ആത്മാവ് ജയത്തിന്റെ ആത്മാവാണ്, ഉയർത്തെഴുന്നേറ്റ ആത്മാവ്, ബന്ധനങ്ങളെ തകർത്ത് കളഞ്ഞ ആത്മാവ്, അസാധ്യങ്ങളെ സാധ്യമാക്കി തീർത്ത ആത്മാവ്, അതത്രയും നിങ്ങളുടെ ഉള്ളിൽ പകർന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, മാനുഷികമായി ചിന്തിച്ചാൽ ഒന്നും നടക്കത്തില്ല, പക്ഷെ ഉയരത്തിലെ ശക്തിയിൽ നീ ആശ്രയിച്ചാൽ അതെ, നിന്റെ മുമ്പിൽ ചില കാര്യങ്ങൾ നടക്കുമെന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുകയാണ്. ആത്മാവ് വിളിച്ചു പറയുന്നു, ദൈവത്തിന് അസാധ്യമായ ഒരു കാര്യവുമില്ല. ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ശക്തി നിന്റെ ഉള്ളിൽ പകർന്നിട്ടുണ്ട്. ആരും നിന്റെ കൂടെ ഇല്ലെങ്കിലോ, ഒറ്റപ്പെട്ടിരിക്കുന്ന ആ സ്ഥലത്ത് പോലും നിനക്ക് ആവശ്യമുള്ളതിന് നൽകി തന്ന് നിന്നെ ബലപ്പെടുത്തി ശത്രുവിന്റെ മുമ്പിൽ ബലത്തോടെ നടത്തുവാൻ കഴിയുന്ന ഒരു ശക്തി നിന്റെ തലമേൽ പകർന്നിട്ടുണ്ടെന്ന് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുക. വീഴാതെ നടത്തുവാൻ കഴിയുന്ന, അതെ, തളർന്നു പോകാതെ നടത്തുന്ന ഉയരത്തിലെ ശക്തി ഇന്ന് രാത്രി ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോട് ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, ഇല്ല, നീ തകർന്നു പോകാൻ അനുവദിക്കുകയില്ല. കാരണം മൺപാത്രങ്ങളിൽ പകർന്നിരിക്കുന്നത് ഉയരത്തിലെ ശക്തിയാണ്. അതെ, അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല. എന്തുകൊണ്ട്? അനവധി ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നു, പക്ഷെ ദൈവമക്കളുടെ ഉള്ളിൽ ഒരു സന്തോഷമുണ്ട്. എന്തുകൊണ്ട് ഈ സന്തോഷം? സന്തോഷിപ്പാനുള്ള ഒരു സാഹചര്യവും നമ്മുടെ മുമ്പിൽ ഇല്ലെങ്കിലും നാം സന്തോഷിക്കുക. കരയിപ്പിക്കേണ്ട സാഹചര്യങ്ങളുടെ മുമ്പിലും നാം സന്തോഷിക്കുന്നു. എന്താണ് സന്തോഷത്തിന്റെ രഹസ്യം? ഒറ്റ വാക്കി പറയാ, ദൈവത്തിന്റെ ശക്തിയിലുള്ള വിശ്വാസം.
അതുകൊണ്ട് ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരോട് ഞാൻ വിളിച്ചു പറയുന്നു, ആത്മാവ് ഇന്ന് രാത്രി നിങ്ങളോട് സംസാരിക്കുന്നു. ബുദ്ധിമുട്ടുന്നവരും സന്തോഷിക്കുന്നു. അടുത്തത് പറയുന്നു, അവൻ ഉപദ്രവം അനുഭവിക്കുന്നു എങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. വീണു വീണു അവൻ തീർന്നു ഇനി എഴുന്നേൽക്കുകയില്ലെന്ന് നമ്മുടെ വീഴ്ച കണ്ട് പറഞ്ഞവർ പോലും അത്ഭുതപ്പെടുമാറ് നമ്മളെ എഴുന്നേൽപ്പിച്ചത് ഉയരത്തിന്റെ ശക്തിയാണ്. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ഒരു ശക്തി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ വീണ് തകരുവാൻ ദൈവം അനുവദിക്കുകയില്ല. നിരാശപ്പെട്ട് തകർന്നു പോകാൻ ദൈവം അനുവദിക്കുകയില്ല. നീ എഴുന്നേൽക്കും, നീ ബലത്തോടെ നിൽക്കും, നീ ശക്തിപ്പെട്ട് മുന്നോട്ട് പോകും. ദൈവാത്മാവ് ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, യഹോവയിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതൽ, തന്റെ വചനത്തെ പ്രത്യാശ വെക്കുന്ന ഒരു ദൈവ പൈതൽ, യഹോവയുടെ ആത്മാവിൽ ബലപ്പെടുന്ന ഒരു ദൈവ പൈതൽ ഇല്ല. അവനെ തകർക്കുവാൻ ലോകത്തിന് ഒരു ശക്തിക്കും സാധ്യമല്ലെന്ന് ഇന്ന് രാത്രി ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാണ്. സ്വത്രം വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ സ്വത്രം ചെയ്യുകയാണ്. അതെ, നമ്മൾ നശിച്ചു പോകാൻ അനുവദിക്കാത്തത് നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണ്. പൗലോസിനെ സകലവിധ പരിശോധനകളുടെ നടുവിലും വിടുവിച്ച ദൈവത്തിന്റെ ശക്തി, അവന്റെ മേൽ പകർന്നിരിക്കുന്ന ശക്തി ഇന്ന് രാത്രി എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളുടെ ശരീരത്തിലും പകർന്നിട്ടുണ്ട്. നിങ്ങളെ നടത്തുവാൻ കഴിവുള്ള ദൈവത്തിന്റെ ശക്തി. അതുകൊണ്ടാണ് പൗലോസ് പറയും, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ കഴിയുന്ന ദൈവമക്കളെ, നിങ്ങളുടെ ഏത് ആവശ്യങ്ങളെയും അത് നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെ തന്നെ സാധിപ്പിക്കുവാൻ കഴിയുന്ന ഒരു ശക്തി നമ്മുടെ ഉള്ളിൽ പകർന്നിട്ടുണ്ട്. യേശു തന്റെ ശിഷ്യന്മാരോട് ഇങ്ങനെയാണ് പറഞ്ഞത്, നിങ്ങൾ ഇവിടെ വസിക്കുക. ഉയരത്തിൽ നിന്ന് ശക്തി ലഭിച്ച ശേഷം എന്ത് ചെയ്യുക? യെരൂശലേമിലും ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പോയി എന്റെ നാമത്തെ കുറിച്ച് സംസാരിക്കുക. നോക്കുക, ശക്തി ലഭിക്കുന്നവരെ തങ്ങിയിരിക്കുക. ഈ ശക്തി ലഭിച്ചത് എപ്പോഴും നമുക്കറിയാം, പെന്തക്കോസ്ത് നാളിലാണ്. 120 പേരുടെ മേൽ ദൈവത്തിന്റെ ശക്തി ലഭിച്ചു. ഇനി ശക്തി ലഭിച്ചവർ പോയിടത്തൊക്കെയും എന്ത് മാറ്റങ്ങളാണ് ഉണ്ടാക്കിയതെന്ന് ബൈബിൾ വ്യക്തമായി പറയുന്നു. ഉയരത്തിലെ ശക്തിയുള്ളവൻ പോയിടത്ത് ഇരുമ്പ് വാതിലുകൾ തുറന്നു വന്നു കടിച്ചു തൂങ്ങിയ അണലിയുടെ വിഷത്തെ ജയിച്ചത് അവന്റെ മേൽ പകർന്നിരിക്കുന്ന ഉയരത്തിലെ ശക്തിയാണ്. കാരാഗൃഹത്തിന്റെ വാതിലുകൾ തുറക്കപ്പെട്ടത് അവരുടെ മേൽ പകർന്നിരിക്കുന്ന ഉയരത്തിലെ ശക്തിയിൽ ശക്തിയുടെ ബലത്താലാണ്. ഇനി നോക്ക്, വെള്ളത്തിന്റെ മുകളിൽ അത് പൊങ്ങി ഒഴുകി നടന്നു. അത് എത്ര നാൾ സൂര്യനെ ചന്ദ്രനെ കാണുവാൻ കഴിയാതെ ഏറിയ നാട് അത് വെള്ളത്തിന്റെ മുകളിൽ പൊങ്ങി ഒഴുകി നടക്കുന്നു. രക്ഷപ്പെടുമെന്നുള്ള ആശ ഈ മനുഷ്യന്റെ ഉള്ളിൽ നഷ്ടപ്പെട്ടു പോയി. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക, ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പറഞ്ഞു, നീ റോമിൽ എന്നെ സാക്ഷീകരിക്കും. ദൈവമക്കളെ, ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, കപ്പച്ഛേദത്തിൽ അകപ്പെട്ടിട്ട് കൊടുങ്കാറ്റ് സകലതും നശിപ്പിച്ചു കളഞ്ഞിട്ട് ആ ആഴക്കടലിൽ വെള്ളം കുടിച്ച് ചാകാതെ പൗലോസിനെ മെലിത്ത എന്ന ദ്വീപിൽ കൊണ്ടുവന്നത് ഉയരത്തിലെ ശക്തിയാണ്. ഉയരത്തിലെ ശക്തി, ദൈവത്തിന്റെ കൃപ. ഇന്ന് രാത്രി നിങ്ങളോട് വിളിച്ചു പറയുന്നു, ആഴക്കടലിൽ മുങ്ങിപ്പോകാതെ, കൊടുങ്കാറ്റിന്റെ മുമ്പിൽ പതറിപ്പോകാതെ, സകലവിധ രോഗങ്ങളെയും ജന്തുക്കളെയും ജയിക്കുവാനും നിനക്ക് കഴിയുന്നു എങ്കിൽ അത് ദൈവത്തിന്റെ ശക്തിയാണ്. ദൈവത്തിന്റെ ശക്തിയാണ്. നിങ്ങൾ നോക്കിക്കേ, ക്ഷീണിച്ച് തളർന്ന മെലിത്ത എന്ന ദ്വീപിലേക്ക് കടന്നു വന്ന പൗലോസ് തണുപ്പ് കൊണ്ട് വിറയ്ക്കുകയാണ്. അപ്പൊ നോക്കിക്കേ, കുറച്ച് ആൾക്കാർ ആ ദ്വീപവാസികൾ കൊണ്ടുവന്ന് വിറക് കൂട്ടിയിട്ട് തീ കത്തിക്കുന്നു. ഈ തീ കത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചൂട് കുറച്ചും കൂടെ കൂട്ടുവാൻ വേണ്ടി ആ ഭക്തൻ കുറെ വിറകെടുക്കുമ്പോഴത്തേക്ക് നമുക്കറിയാവുന്ന കാര്യമാണ്, ഞാനത് വേഗത്തിൽ പറയുക. അപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാമോ? ഒരണലി കടിച്ചു തൂങ്ങുകയാണ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, അപ്പോ കൂടെ നോക്കിക്കൊണ്ടിരിക്കുന്ന സകലരും പറയുന്നു, ഈ മനുഷ്യൻ ഒരു കുലപാതകൻ, നീതി ദേവി അവനെ ജീവിച്ചിരിക്കുവാൻ സമ്മതിക്കുന്നില്ല. ഇനി നോക്കി, ഇതെല്ലാം കേട്ടിട്ട് യാതൊരു ശങ്കയും ഇല്ലാതെ ആ അണലിയെ തീയിലേക്ക് കുടഞ്ഞു കളയുന്നു. എന്നിട്ട് ചത്ത് ഇപ്പൊ വീഴുമെന്ന് നോക്കിയിരിക്കുന്നവരുടെ മുമ്പിൽ ഒരു അത്ഭുതമായി പൗലോസ് യാതൊരുവിധ ശങ്കയും ഇല്ലാതെ എവിടെ നിൽക്കുന്നു. ഇതിന്റെ എല്ലാം പിന്നിൽ പൗലോസിന്റെ സ്വന്തം ബലമല്ല, ദൈവാത്മാവി ഞാൻ വിളിച്ചു പറയാം, അവന്റെ മേൽ പകർന്നിരിക്കുന്ന ദൈവത്തിന്റെ കൃപയാണ്. എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരും. ആപത്തിൽ, അനർത്ഥത്തിൽ, രോഗത്തിൽ, ദുഃഖങ്ങളിൽ അതേ തികഞ്ഞു വരുന്ന ഒരു ശക്തി. അതാണ് ദൈവമക്കളുടെ ആശ്രയം എന്ന് പറയുന്നത്. അതാണ് ദൈവമക്കളുടെ ബലം എന്ന് പറയുന്നത്. നിങ്ങൾ നിസാരന്മാരല്ല. നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്നത് ഉയരത്തിലെ ശക്തിയാണ്. ഉയരത്തിലെ ശക്തി ഏത് പ്രതിസന്ധികളെയും
ജയിക്കുവാനുള്ള ഒരു കൃപ നമ്മുടെ മേൽ ദൈവം പകർന്നിട്ടുണ്ട്. മരണം നിന്റെ മുമ്പിൽ തോറ്റിട്ടുണ്ടെങ്കിൽ, അതെ അപകടങ്ങൾ വഴിമാറി പോയിട്ടുണ്ടെങ്കിൽ, അതെ മാനസികമായി ശാരീരികമായി ആമേ പീഡിപ്പിച്ച വ്യക്തികളുടെ മുമ്പിൽ നീ തളരാതെ നിൽക്കുന്നുണ്ടെങ്കിൽ, അതെ അത് ദൈവത്തിന്റെ കൃപയാലാണ്. ദൈവത്തിന്റെ കൃപയാണ് നിന്നെ ബലപ്പെടുത്തിയത്. സകല പരിശോധനകളെയും ജയിക്കുവാൻ നിനക്ക് ശക്തി നൽകിയത് ദൈവത്തിന്റെ കൃപയാണ്. ദൈവത്തിന്റെ കൃപ. ഇനി നമുക്ക് നോക്കാം. ദൈവത്തിന്റെ തിരുവചനം പറയുന്നു, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. അപ്പൊ ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ശക്തനായിരിക്കുന്നു എന്നാണ് പറയുന്നത്. നമുക്ക് പുറപ്പാട് പുസ്തകത്തിലേക്ക് ഒന്ന് പോകുവാൻ ആഗ്രഹിക്കുന്നു. പുറപ്പാട് പുസ്തകത്തിലേക്ക് ആമേൻ ഞാൻ നിങ്ങളെ ശ്രദ്ധയെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുക. അതിന് 2-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരാം. പുറപ്പാട് പുസ്തകം 2-ാമത്തെ അധ്യായം അതിന് 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുവാൻ കഴിയുന്നുണ്ട്. പുറപ്പാട് 2-ന്റെ 15-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെ കാണുന്നു, ഫറവോൻ ഈ കാര്യം കേട്ടറി മോശയെ കൊല്ലുവാൻ അന്വേഷിച്ചു. മോശ ഫറവോന്റെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോയി മിദ്യാൻ ദേശത്ത് ചെന്ന് പാർത്തു. അവൻ ഒരു കിണറ്റിനരികെ ഇരുന്നു. ഫറവോൻ മോശയെ കൊല്ലുവാൻ നോക്കുന്നു. മോശ ഫറവോന്റെ മുമ്പിൽ നിന്ന് ഇപ്പോൾ ഓടിപ്പോകുന്നു, മിദ്യാൻ ദേശത്തേക്ക് ഓടിപ്പോകുന്നു. സംഭവം എല്ലാം നിങ്ങൾക്ക് വ്യക്തമായി അറിയാം. എബ്രായ ബാലനെ ഒരു മിസ്രയീമ്യൻ ആക്രമിക്കുമ്പോൾ നമ്മുടെ മോശ ഒറ്റയടിക്ക് അവനെ കൊല്ലുന്നു, കുടിച്ചു മൂടുന്നു. പിന്നെ എബ്രായർ തമ്മിലുള്ള ഒരു പ്രശ്നം പരിഹരിക്കാൻ പോകുന്നു. അപ്പോൾ അവർ പറയുന്നു, മിസ്രയീമിനെ കൊന്നതുപോലെ ഞങ്ങളെ കൊല്ലാനാണോ നിന്റെ ഭാവം എന്ന് ചോദിക്കുന്നു. ഈ സംഭവം, മിസ്രയീമിനെ കൊന്ന സംഭവം ഫറവോൻ അറിയുന്നു. ഫറവോൻ അറിയുമ്പോഴത്തേക്ക് ഫറവോൻ മോശയെ കൊല്ലാൻ പ്ലാൻ തയ്യാറാക്കിയ. അപ്പൊ മോശയെ കൊല്ലാൻ പ്ലാൻ തയ്യാറാക്കുമ്പോൾ മോശ ആ ഫറവോന്റെ കൊട്ടാരത്തിൽ നിന്നും ഓടിപ്പോകുക, ജീവരക്ഷയ്ക്ക് വേണ്ടി ഓടിപ്പോകുക. ഇനി നിങ്ങൾക്കറിയാം, 7-ാമത്തെ അധ്യായത്തിലേക്ക് ഒന്ന് കടന്നു വന്നാൽ, പുറപ്പാട് പുസ്തകം 7-ാമത്തെ അധ്യായത്തിലേക്ക് ഒന്ന് കടന്നു വന്നാൽ അതിന്റെ 1-ാമത്തെ വാക്യം പറയുന്നത് എന്താണെന്ന് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. യഹോവ മോശയോട് അരുളി ചെയ്തത്, നോക്കൂ, ഞാൻ നിന്നെ ഫറവോന് ദൈവം ആക്കിയിരിക്കുന്നു. 7-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ നിന്നെ ഫറവോന് ദൈവമാക്കിയിരിക്കുന്നു. ഒരിക്കൽ ഫറവോന്റെ മുമ്പിൽ നിൽക്കാൻ കഴിയാതെ ഫറവോൻ കൊല്ലാൻ നോക്കിയപ്പോ ജീവരക്ഷയ്ക്ക് വേണ്ടി മിദ്യാനിലേക്ക് ഓടിപ്പോയ മോശയോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പറയുകയാണ്, ഞാൻ ഇപ്പോൾ നിന്നെ ഫറവോന് ദൈവമാക്കിയിരിക്കുന്നു. ഫറവോൻ ഒരു മിസ്രയീമിലെ രാജാവ്, എന്നാൽ മോശ രാജാവല്ല, ദൈവമായിരിക്കുന്നു. ദൈവം മോശ വിക്കനായ മോശ ഭയപ്പെട്ട് ഓടിച്ച മോശ ഇപ്പോ നിങ്ങൾ നോക്കിക്കേ, ഫറവോന്റെ മുമ്പിൽ വന്ന ദൈവത്തെ പോലെ വന്ന് നിന്ന, ഫറവോൻ പോലും ഭയപ്പെടുന്ന നിലയിൽ അവനെ മാറ്റിക്കൊണ്ടുവന്നത് മോശയുടെ മേൽ പകർന്നിരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണ്. ഇന്ന് രാത്രി നിങ്ങളോട് ഓരോരുത്തരോടും ഞാൻ വിളിച്ചു പറയുക, നിങ്ങൾ ഭയപ്പെട്ട മേഖലകളിൽ, നിങ്ങളെ നിരാശപ്പെടുത്തുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ നിങ്ങളെ ഒരു അത്ഭുതകരമായി നടത്തുവാൻ, മോശയെ പോലെ അതിശയകരമായി നിർത്തുവാൻ കഴിവുള്ള ഒരു ദൈവം ഉണ്ടെന്ന ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ദൂതായി പറയുകയാണ്. ഫറവോന്റെ മുമ്പിൽ മാനുഷികമായി നിൽക്കാൻ കഴിയാതെ ജീവരക്ഷയ്ക്ക് വേണ്ടി ഓടിപ്പോയവനെ ഫറവോന്റെ കൊട്ടാരത്തിൽ ദൈവത്തെ പോലെ നിർത്തിയ ഒരു ശക്തി ഇന്നും ചടിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി. നിങ്ങൾ എവിടെ ഭയപ്പെടുന്നുവോ, ആരെ ഭയപ്പെടുന്നുവോ, ആ ശക്തിയുടെ മുമ്പിൽ നിങ്ങളെ ഒരു ദൈവത്തെ പോലെ സകല കൂട്ടശക്തികളെയും നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുള്ള മനുഷ്യനെ പോലെ നിന്നെ ആക്കി തീർക്കുവാൻ കഴിവുള്ള ഒരു ദൈവം ഉണ്ട് എന്ന് ഇന്ന് രാത്രി ഞാൻ ദൂത് വിളിച്ചു പറയുകയാണ്. കർത്താവ് ഇങ്ങനെയാണ് പറയുന്നത്, ദൈവമക്കളുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകം പിശാച് ഭയപ്പെടും. ദൈവത്തിന്റെ സഹായം ഉണ്ടെങ്കിൽ പിശാചിന് നമ്മെ തോൽപ്പിക്കുവാൻ കഴിയുകയില്ല. നോക്കുക, വിക്കനായ മോശയെ പോലും ദൈവം ഉപയോഗിച്ചു. വിക്കനായ മോശ പറയുന്നുണ്ട്, കർത്താവേ ഞാൻ വിക്കനാണ്, എന്നെ കൊണ്ട് കഴിയുകയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ മോശയോട് ദൈവം പറയുന്നുണ്ട്, നീ തന്നെ പോകണം, നീ സംസാരിക്കാൻ, ഞാൻ പറയുന്നത് നീ സംസാരിക്കും. നോക്കി, വിക്കനായ മോശയെ കൊണ്ട് ദൈവിക അരുളപ്പാട് പറയിപ്പിച്ച് ഒരു ദൈവം ഇന്ന് ജീവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാനുഷികമായും ശാരീരികമായും നിങ്ങൾ ഏതവസ്ഥയിൽ പോയാലും അതൊന്നും ദൈവത്തിനൊരു വിഷയമല്ല. ബലഹീനന്മാരിൽ തികഞ്ഞു വരുന്ന ഈ ഒരു ദൈവശക്തിയിൽ നിങ്ങൾ ആശ്രയിച്ചാൽ നിങ്ങൾ പോലും മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു അത്ഭുതമായി മാറും.
നിങ്ങളുടെ നാവ് വിക്കന്റെ നാവിൻ കൊണ്ട് തന്നെ ഈസായ മക്കളോട് ദൂത് പറയിപ്പിച്ച് ഒരു ദൈവം ഉണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ബലഹീനതയൊന്നും ദൈവത്തിന് ഒരു വിഷയമല്ല. ദൈവം നിങ്ങളെ ഉപയോഗിക്കും. ദൈവത്തിന്റെ ശക്തി നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ശക്തന്മാരാണ്. അതെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമ്മളോട് ദൂത് പറയുന്നത് നാം ഏറ്റെടുക്കുക. നമ്മുടെ സ്വന്തം ബുദ്ധിയിലും സ്വന്തം കഴിവിലും ഒന്നും നമുക്ക് വിജയിക്കുവാൻ കഴിയില്ല. ഉയരത്തിന്റെ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നിൽക്കുവാൻ കഴിയൂ. നമ്മുടെ ജീവിതത്തിൽ വിജയമുണ്ടാകും. നമ്മുടെ മുമ്പിൽ പോരാടുന്ന ദുഷ്ടശക്തികളെ ജയിക്കണമെങ്കിൽ ഉയരത്തിലെ ശക്തിയുടെ ആവശ്യം നമുക്ക് ആവശ്യമാണ്. ഇന്ന് രാത്രി ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, പരിശുദ്ധാത്മാവിന്റെ സഹായമില്ലാതെ ഒരു വ്യക്തിക്ക് വിജയകരമായ ജീവിതം നയിപ്പാൻ കഴിയുകയില്ല. ആരൊക്കെ ഉണ്ടെങ്കിലോ എന്തൊക്കെ ഉണ്ടെങ്കിലോ അതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഒരു ബലമായി തീരുകയില്ല. ഒന്നുമില്ലെങ്കിലും ഏത് സാഹചര്യത്തിലും ഏത് ബുദ്ധിമുട്ടുകളെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതിന് ദൈവത്തിന്റെ സഹായമാണ് നമ്മെ അതിനായി ഒരുക്കുന്നതെന്ന് പറയും. ഇന്ന് രാത്രി ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, സംസാരിക്കാൻ പാടുള്ളവനെ കൊണ്ട് ദൈവിക ദൂതറിയിച്ച സർവശക്തനായ ദൈവം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളോട് പറയുന്നു, നീ ബലഹീനനാണോ? സാരമില്ല, എന്റെ ശക്തി നിന്റെ മേലുണ്ട്. നിന്നെ കൊണ്ട് തന്നെ ഞാൻ ചിലത് ചെയ്യിക്കാൻ പോകുക. വിധി എഴുതി തള്ളിയവരുടെ മുമ്പിൽ, മാറ്റിയിട്ടവരുടെ മുമ്പിൽ, അവഗണിച്ചവരുടെ മുമ്പിൽ അതെ നിന്നെ ദൈവം ഉപയോഗിക്കാൻ പോകുക. നിന്റെ കണ്ണുനീരിന് ദൈവം മറുപടി നൽകാൻ പോകുക. നീ ഒളിച്ചിരിക്കേണ്ടവനല്ല, നീ ഭയപ്പെട്ട് മാറിപ്പോകേണ്ടവനല്ല. ദൈവാത്മാവ് ഇന്ന് രാത്രി, പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ദൂത് വിളിച്ചു പറയുന്നു, നിന്നെ കൊണ്ട് തന്നെ ദൈവം ചിലത് ചെയ്യിക്കാൻ പോകുക. മോശേ, നിന്നെ ഞാൻ ചിലർക്ക് ദൈവമാക്കി നിർത്തി. എന്റെ അള്ളപ്പാടുകളെ അറിയിക്കാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന ആ ദൂത് പറഞ്ഞതുപോലെ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ദൈവമക്കളോട് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുന്നു, നിന്നെ ഞാൻ ചിലർക്ക് തലയാക്കി നിർത്താൻ പോകുക. നിന്റെ വായിൽ കൂടെ അതെ ദൈവത്തിന്റെ അള്ളപ്പാടുകൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അറിയിക്കാൻ പോകുക. അപമാനിച്ചു മാറ്റിയിട്ടവ, അതെ അവഗണിച്ചവ, നിന്നെ പരസ്യമായി നിന്ദിച്ചവ, അവർ നിന്റെ മുഖത്ത് നോക്കുവാൻ കഴിയാതെ ലജ്ജിച്ച് തല കുനിക്കുന്ന നാളുകൾ നിന്റെ മുമ്പിലുണ്ടെന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് വിളിച്ചു പറയുക. യേശുവിന്റെ നാമത്തിൽ ബലഹീനതയെ തികഞ്ഞു വരുന്ന ദൈവത്തിന്റെ ശക്തി അത് മതി. അതാണ് ദൈവമക്കൾക്ക് ആവശ്യം. നിങ്ങളുടെ രോഗങ്ങളെ ജയിക്കുവാൻ ഈ ശക്തി ബലം നൽകി തരും. ഏത് മാരക രോഗങ്ങളെയും കീഴടക്കുവാൻ ഈ ഉയരത്തിലെ ശക്തി നിന്റെ മേൽ ഉണ്ടെങ്കിൽ ഏത് മാരക രോഗങ്ങളും സമയത്തിന് മുമ്പ് നിന്നെ ഒന്നും ചെയ്യുകയില്ല. പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, നീ രോഗിയാണെങ്കിൽ നിന്നെ ശക്തീകരിക്കുന്ന, നിന്നെ ബലപ്പെടുത്തുന്ന, നിന്നെ സൗഖ്യമാക്കുന്ന ഈ ഒരു ശക്തി നിന്റെ ഉള്ളിലുണ്ട്. യേശുവിന്റെ നാമത്തിൽ രോഗങ്ങളുടെ പീഡകൾ മുഖാന്തരം ഭാരപ്പെട്ടിരിക്കുന്ന ദൈവമക്കളോട് ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, നിന്റെ രോഗബന്ധനങ്ങളെ അടിക്കുവാൻ അവന്റെ നാമത്തിന് ശക്തിയുണ്ട്. ഇപ്പോൾ തന്നെ ദൈവവചനത്താൽ നിന്റെ ശാരീരിക ബന്ധനങ്ങൾ അടിച്ചു മാറുക. വൈദ്യശാസ്ത്രത്തിന് കഴിയാത്തത്, ഡോക്ടർമാർക്ക് കഴിയാത്തത്, നിന്നെ മാനസികമായി ക്ഷീണിപ്പിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ ഇന്ന് രാത്രി ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, അവന്റെ ശക്തിയാ നിന്റെ ശരീരത്തിൽ നിന്ന് നീങ്ങിപ്പോകും. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ദൈവമക്കളിൽ ഇപ്പോൾ തന്നെ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിപ്പെടട്ടെ. രോഗാത്മാവിന്റെ ബന്ധനങ്ങൾ അഴിയട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. സമയത്തിനു മുമ്പേ വാഗ്ദത്ത നന്മ അനുഭവിക്കുന്നതിന് മുമ്പേ നിന്നെ ഒതുക്കിക്കളയുക, നിന്നെ ക്ഷീണിപ്പിക്കുക, നിന്റെ ശരീരത്തെ അടിക്കടി പോരാടിക്കൊണ്ടിരിക്കുന്ന രോഗബന്ധനങ്ങൾ ഇന്ന് രാത്രി ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമത്രേ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. രോഗത്തിന്റെ ഉപദ്രവങ്ങളാ ഭാരപ്പെടുന്ന ദൈവമക്കൾ ഇപ്പോ തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, എത്ര ദൂരത്തായിരുന്നാലോ അത് പ്രവർത്തിപ്പാൻ കഴിവുള്ള ദൈവാത്മാവ് ശക്തമായി തൊടുമാറാകണമേ. ഇപ്പോ തന്നെ സൗഖ്യമാകട്ടെ. അതുപോലെ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഈ ശക്തി ഉള്ളവൻ ബുദ്ധിമുട്ടിന്റെ മുമ്പിലും സന്തോഷത്തോടെ ഇരിക്കും. കാരണം എത്ര ഞരക്കം ഉണ്ടായാലും അവനൊരു നല്ല ഉറപ്പുണ്ട്,
എന്റെ ഈ ഞരക്കത്തെ, അല്ലെങ്കിൽ ഇടുക്കത്തെ, അല്ലെങ്കിൽ ഈ വേദനകളെ വിശാലമാക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്, ഒരു ദൈവമുണ്ട്. നമുക്ക് ശ്രദ്ധിച്ചു നോക്കിയ ഭക്തന്മാരുടെ അനവധി ജീവിതങ്ങൾ അതിന് സാക്ഷ്യം നമ്മളോട് പറയുന്നുണ്ട്. ആമേ, ദൈവമക്കൾ എവിടെ പോയാലോ അവരോടൊപ്പം ഇരിക്കുന്ന ഒരു ദൈവമുണ്ട്, ഒരു ദൈവമുണ്ട്. ഇത് രാത്രി ഞാൻ എല്ലാം ഒന്ന് ഓർമ്മിപ്പിച്ച് ഓടിച്ചു പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പൊ നമ്മോട് കൂടെ ഏതവസ്ഥയിലും ഇരിക്കുന്ന ഒരു ദൈവം. ഭയപ്പെട്ട് കൊട്ടാരത്തിൽ നിന്ന് ഓടിപ്പോയ മോശ ഇപ്പൊ കൊട്ടാരത്തിൽ ഫറവോന്റെ മുമ്പിൽ വന്നിട്ട് പറയുന്നു, എന്റെ ജനത്തെ ആരാധിക്കാൻ വിട്ടയക്കുക. പിന്നെ നമുക്ക് സംഭവങ്ങളെല്ലാം വ്യക്തമായി അറിയാം. മോശയെ ദൈവം മിസ്രയീമിൽ എങ്ങനെയാണ് ഉപയോഗിച്ചതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായി അറിയാം. ഫറവോൻ മോശയോട് വന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ബൈബിളിനകത്ത് വ്യക്തമായി വായിച്ചാൽ മനസ്സിലാക്കുവാൻ കഴിയും. ചുരുക്കി പറഞ്ഞാൽ, ഭയപ്പെട്ടവൻ ഇപ്പോ പ്രാർത്ഥന ആവശ്യപ്പെട്ട് മോശയുടെ ിലേക്ക് വരികയാണ്. ഈ ബാധ നിൽക്കാൻ നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി ഒരു വിക്കനായ മോശയുടെ മുമ്പിൽ വന്ന് പറയാൻ തക്കവണ്ണം അവന്റെ ജീവിതത്തെ മാറ്റിമറിച്ച ശക്തി ഇന്ന് രാത്രി നിങ്ങളോട് പറയുന്നു. നിങ്ങളെയും ഇതുപോലെ ദൈവം ഉപയോഗിക്കാൻ പോകുക. ചില നിങ്ങൾ നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഒരു അതിശയവും അത്ഭുതവുമാക്കി സർവശക്തനായ ദൈവം ഉപയോഗിക്കാൻ പോകുന്നു എന്ന ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധി ആത്മാവ് ദൂത് വിളിച്ചു പറയുകയാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് നമുക്ക് കടന്നു വരാം. അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒന്ന് രണ്ട് സംഭവങ്ങളുണ്ട്. അത് ഞാൻ വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 9-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരാം. അപ്പോസ്തല പ്രവൃത്തി 9-ാമത്തെ അധ്യായം, 9-ാമത്തെ അധ്യായത്തിന്റെ സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 9-ാമത്തെ അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യം തൊട്ട് ഞാനത് വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 9-ാമത്തെ അധ്യായം 32 മുതലുള്ള വാക്യം. അവിടെ ഇങ്ങനെ കാണുന്നു, പത്രോസ് എല്ലായിടവും സഞ്ചരിക്കുകയും ലുദിയിൽ പാർക്കുന്ന വിശുദ്ധന്മാരുടെ അടുക്കൽ എത്തി. അവിടെ പക്ഷപാതം പിടിച്ച് 8 സംവത്സരമായി കിടപ്പിലായിരുന്ന ഐനിയാസ് എന്നു പേരുള്ള ഒരു മനുഷ്യനെ കണ്ടു. പത്രോസ് അവനോട്, ഐനിയാസേ, യേശു ക്രിസ്തു നിന്നെ സൗഖ്യമാക്കുന്നു, എഴുന്നേറ്റ് താനായി തന്നെ കിടക്ക വിരിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. ഉടനെ അവൻ എന്ത് ചെയ്തു? എഴുന്നേറ്റു. അടുത്ത വാക്യം ഇങ്ങനെ പറയുന്നു, ലുദിയയിലും ശാരോനിലും പാർക്കുന്നവരെല്ലാവരും അവനെ കണ്ട് കർത്താവിലേക്ക് തിരിഞ്ഞു. ഇന്ന് രാത്രി ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, പത്രോസ് എല്ലായിടവും സഞ്ചരിക്കുന്ന കൂട്ടത്തിൽ ലുദിയായി കടന്നു വരുന്നു. അവിടെ വരുമ്പോഴത്തേക്ക് വിശുദ്ധന്മാരുടെ അടുക്കൽ കടന്നു വരുന്ന വിശുദ്ധന്മാരുടെ അടുക്കൽ കടന്നു വരുമ്പോ അവിടെ ഒരു മനുഷ്യനുണ്ട്, ഐനിയാസ്. അദ്ദേഹം 8 സംവത്സരമായി പക്ഷപാതം പിടിച്ച് തളർന്നു കിടക്കുക. ആ മനുഷ്യനെ നോക്കിയിട്ട് അഭിഷിക്തൻ പറയുന്നു, യേശു ക്രിസ്തു നിന്നെ സൗഖ്യമാക്കുന്നു, നീയായി തന്നെ എഴുന്നേറ്റ് കിടക്കയെടുക്കുക. ഉടനെ തന്നെ അവൻ എഴുന്നേറ്റു എന്നാണ് ബൈബിളിനകത്തിൽ നമ്മൾ വായിക്കുവാൻ കഴിയുന്നത്. ചുരുക്കി പറഞ്ഞ വിശുദ്ധന്മാരുടെ ഇടയിൽ 8 സംവത്സരമായി തളർന്നു കിടക്കുന്ന മനുഷ്യനെ പത്രോസ് കടന്നു വന്ന് അവനെ എഴുന്നേൽപ്പിക്കുന്ന ഒരു അത്ഭുതകരമായ വിടുതൽ. ഒരു മുറിക്കകത്ത് ഒതുങ്ങിപ്പോയി ഒരു മനുഷ്യൻ ഇപ്പൊ ലുദിയ മാത്രമല്ല, അവൻ ശാരോനിലും ഒരു അത്ഭുതമായി മാറി. അവനെ കണ്ടവരൊക്കെയും കർത്താവിനെ വിശ്വസിക്കത്തക്ക നിലയിൽ അവന്റെ ജീവിതത്തെ മാറ്റുവാൻ ഉയരത്തിലെ ശക്തിക്ക് കഴിച്ചു. മുക്കുവനായ പത്രോസിന്റെ വായിൽ നിന്ന് വന്ന വാക്കിനാൽ തളർന്നു കിടന്ന പക്ഷപാത രോഗി, 8 സംവത്സരമായി കിടന്ന പക്ഷപാത രോഗി തനിയെ എഴുന്നേറ്റു എങ്കിൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, എത്ര സംവത്സരമായി നിങ്ങളുടെ ശരീരത്തെ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന, പോരാടിക്കൊണ്ടിരിക്കുന്ന, തളർത്തിക്കളയുന്ന, നിന്നെ ഒരു സ്ഥലത്ത് തന്നെ ഒതുക്കി വച്ചിരിക്കുന്ന ചില ശക്തികളെ, ചില കെട്ടുകളെ അഴിക്കുവാൻ ഉയരത്തിലെ ശക്തി നിന്റെ മേൽ വ്യാപരിക്കുമെന്ന് ദൈവാത്മാവ് ഇന്ന് രാത്രി ദൂത് വിളിച്ചു പറയുന്നു. വിശുദ്ധന്മാരുടെ നടുവിൽ 8 സംവത്സരമായി കിടപ്പിലായ ഒരു മനുഷ്യനെ സൗഖ്യമാക്കുവാൻ മുക്കുവനായ പത്രോസിന് കൂടെ വ്യാപരിച്ച ദൈവത്തിന്റെ ശക്തിക്ക് കഴിഞ്ഞു എങ്കിൽ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ ജനത്തോട് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുന്നു, നീ എവിടെ കിടന്നാലോ നിന്റെ അവസ്ഥ കാണുന്ന ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ അവന്റെ ശക്തി നിന്റെ ശരീരത്തിലേക്ക് അയക്കോ. ഇന്ന് രാത്രി ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, നീ ഒരു സ്ഥലത്ത് മാത്രമല്ല, ലുദിയ മാത്രമല്ല,
ഷാരോനിലോ, അതെ ഷാരോനിലോ നീ ദൈവത്തിന്റെ ഒരു അത്ഭുത സാക്ഷിയായി മാറുവാൻ പോകുക. ഇത് രാത്രി ദൈവാത്മാ വിളിച്ചു പറയുന്നു, അവൻ ഒതുക്കി വച്ചിരിക്കുന്ന ശക്തികൾ പുറത്തു വരുവാൻ കഴിയാതെ ചില വർഷങ്ങളായി പിടിച്ചുകൊണ്ടിരിക്കുന്ന ദൈവജനത്തോട് പോരാടിക്കൊണ്ടിരിക്കുന്ന ദൈവിക വാഗ്ദത്തങ്ങളിലേക്ക് കടന്നു വരുവാൻ കഴിയാതെ ദൈവജനത്തെ അടക്കി വച്ചിരിക്കുന്ന ദുഷ്ടാത്മ ശക്തികൾ ഇത് രാത്രി നിന്റെ ശരീരത്തിൽ നിന്ന് മാറിപ്പോകുന്ന രാത്രിയാണെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. അതെ, നീ ലുദിയ മാത്രമല്ല, ഷാരോനിലും ദൈവത്തിന്റെ സാക്ഷിയായി മാറോ. നിന്നെ കാണുന്നവർ തന്നെ കർത്താവിനെ കാണുന്ന നിലയിൽ, ആ ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്ന നിലയിൽ, അതേ പ്രിയപ്പെട്ടവരെ, അവൻ ദൈവത്തിന്റെ പ്രവൃത്തി നിന്നെ വെളിപ്പെടുവാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധയാത്മാവ് ഇത് രാത്രി ശക്തമായി ദൂത് വിളിച്ചു പറയുന്നു, നീ കിടക്കുന്ന ഇടത്ത് നിന്നെ എഴുന്നേൽപ്പിക്കുവാൻ ദൈവം തന്റെ ദാസന്മാരെ അയക്കുക. ദൈവം തന്റെ നാവി കൂടെ ദൈവത്തിന്റെ വചനം അയക്കുക. പത്രോസ് വന്നു, പത്രോസിനെ ക്ഷണിച്ചതല്ല, പത്രോസ് വന്നു എന്നാ പറയുന്നത്. പലയിടത്തും സഞ്ചരിച്ചു സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പത്രോസിനെ ദൈവം ലുദിയയിലേക്ക് വിടുന്നു. എന്തിനു വിടുന്നു എന്ന് ചോദിച്ചാൽ, 8 വർഷമായി അവിടെ ഒരു മനുഷ്യൻ ഒരു മുറിക്ക് കിടക്കുകയാണ്. അവനെ പുറത്തു കൊണ്ടുവരണം, അവനെ പുറത്തു കൊണ്ടുവരണം. അതിനു വേണ്ടി ദൈവാഭിഷത്തിനെ എങ്ങോട്ട് അയക്കുന്നു? തന്റെ നാവിൽ നിന്ന് വന്ന ആ ദൈവവചനത്താ, തന്റെ നാവിൽ നിന്ന് വന്ന ആ വാക്കിൽ കൂടെ ശക്തി വെളിപ്പെട്ട് അത് തളർന്ന് കിടന്ന മനുഷ്യനെ എഴുന്നേൽപ്പിച്ചതുപോലെ ഇന്ന് രാത്രി ദൈവാത്മാ വിളിച്ചു പറയുന്നു, നിങ്ങളുടെ ശരീരത്തിലോ ഈ ഉയരത്തിലെ ശക്തി പകർന്നിട്ടുണ്ട്. തളർന്നു കിടക്കുന്നവനെ പിടിച്ചെഴുന്നേൽപ്പിക്കുവാൻ പ്രാപ്തി തരുന്ന ശക്തി യേശുവിന്റെ നാമത്തിൽ പോരാട്ടങ്ങളുടെ നടുവിൽ പതറിപ്പോകുന്ന വ്യക്തികളെ ഉറപ്പിച്ചു നിർത്തുവാൻ പ്രാപ്തി തരുന്ന ശക്തി നിങ്ങളുടെ ഉള്ളിൽ പകർന്നിട്ടുണ്ട്. ബലഹീനന്മാരെ ബലപ്പെടുത്തുവാൻ കഴിയുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നിങ്ങളുടെ ഉള്ളിൽ പകർന്നിട്ടുണ്ട്. പരിശുദ്ധന്മാർ വിളിച്ചു പറയുന്നു, ഏത് പോരാട്ടത്തിന്റെ നടുവിലോ ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ച ഉറപ്പോടെ നീ കൽപ്പിച്ച നിന്റെ മുമ്പിൽ പ്രശ്നങ്ങൾ വഴിമാറും. ആത്മാ വിളിച്ചു പറയുക, ആത്മാ വിളിച്ചു പറയുന്നു, നീ ചിലരെ എഴുന്നേൽപ്പിക്കാൻ പോവുക. നിന്റെ മുമ്പിൽ ചില വാതിലുകൾ തുറക്കപ്പെടുന്നതാ നീ കാണുവാൻ പോകുക. ആത്മാ വിളിച്ചു പറയുന്നു, വിശ്വാസത്തിന്റെ വാക്കുകൾ നിങ്ങൾ സംസാരിക്കട്ടെ. നിരാശപ്പെടുത്തുന്ന വാക്കുകളല്ല, വിശ്വാസത്തിന്റെ വാക്കുകൾ നിങ്ങൾ സംസാരിക്കട്ടെ. രോഗത്തിന്റെ പ്രയാസങ്ങളെ നോക്കി നീ വിളിച്ചു പറ, എനിക്ക് ദൈവം തന്നിരിക്കുന്ന ആയുസ് തികയ്ക്കാതെ രോഗമേ നിനക്ക് എന്നെ ജയിക്കുവാൻ കഴിയുകയില്ല. ഞാൻ ഇതിനെ ഭയപ്പെടുന്നില്ല. ഏത് ശത്രു നിനക്കെതിരെ നിന്നാലോ ഇത് രാത്രി ഉറപ്പോടെ പറ, എന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്താൽ ഈ ശത്രുക്കളുടെ നേരെ ഞാൻ ബാധിക്കില്ല. ഏത് മതിലുകൾ നിന്റെ മുമ്പിൽ ഉയർന്നു വന്നാലോ നിരാശപ്പെടാതെ പറ, എന്റെ ദൈവത്തിന്റെ നാമത്താൽ, എന്റെ ദൈവത്തിന്റെ ശക്തിയാൽ ഞാൻ ഇതിനെ മറികടക്കാം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ദൈവമക്കളോട് വിളിച്ചു പറയുന്നു, ഉറപ്പോടെ ഉറപ്പോടെ നിങ്ങൾ നിൽക്കുക. നിന്റെ മേൽ പകർന്നിരിക്കുന്ന ആത്മാവിൽ നീ ശക്തിപ്പെടുക. യേശുവിന്റെ നാമത്തിൽ ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, നിന്റെ മുമ്പിൽ ചില വഴികൾ തുറക്കപ്പെടാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ ദൈവാത്മാവ് വിളിച്ചു പറയുന്നത്, ഐനെയാസിനെ എഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ ശക്തി അവനെ ലുദിയ മാത്രമല്ല ഷാരോനിലും ഒരു അത്ഭുതമാക്കി. അവനെ കണ്ടവരൊക്കെയും കർത്താവിനെ കാണുവാനിടയാക്കി. അതേപോലെ ഒരു മാറ്റം 8 സംവത്സരമായി ആരും അറിയാതെ കിടന്നവനെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം അയച്ച ശക്തി ഇന്ന് രാത്രി ഈ സൂം പ്ലാറ്റ്ഫോമിൽ കൂടെ ദൈവവചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോട് പറയുന്നു, ഇതേപോലെ പറയുന്നു, നിങ്ങളുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന ഈ ആത്മാവ് നിങ്ങളെ വെട്ടിച്ചിരിക്കുന്ന ബന്ധനങ്ങളെ തകർക്കുവാൻ ശക്തമാണ്. ദൈവാത്മാ വിളിച്ചു പറയുകയാണ്. ഇനി നമുക്കറിയാം, അതിന്റെ താഴ്ത്തവാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, യോപ്പയിലേക്ക് പോകുകയാണ്. പത്രോസ് യോപ്പയിലേക്ക് പോകുകയാണ്. യോപ്പയിലേക്ക് പോകുമ്പോൾ അവിടെ പേടമാൻ എന്ന അർത്ഥമുള്ള തബീത എന്ന പേരുടെ ഒരു ശിശു ഉണ്ടായിരുന്നതായി അവിടെ വ്യക്തമായി കാണുന്നു. അവൾ വളരെ സൽപ്രവൃത്തികളും ധർമ്മങ്ങളും ചെയ്തു പോന്നവളായിരുന്നു. ആ കാലത്ത് അവർക്കൊരു ദീനം പിടിച്ചു, മരിച്ചു. അവർ അവളെ കുളിപ്പിച്ചു ഒരു മാളിക മുറിയിൽ കിടത്തി. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയ തബീത എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സ്ത്രീ യോപ്പയിൽ ഉണ്ടായി. നോക്കുക, ഒരു തളർന്നു കിടക്കുന്ന മനുഷ്യനെ എഴുന്നേൽപ്പിച്ചതിന് ശേഷം പിന്നെ ദൈവം ആ വിശുദ്ധനെ കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണ്? യോപ്പയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെ
പെട്ടെന്ന് ദീനം ബാധിച്ച് തബീത എന്ന് പറയുന്ന ഒരു സ്ത്രീ മരണത്തിലേക്ക് പോകുക. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയ തളർന്നു കിടന്നവനെ എഴുന്നേൽപ്പിക്കുന്നു. ഇനി അടുത്തത് മരിച്ചു കിടന്ന സ്ത്രീയെ തിരികെ വരുത്തുന്നു. ഇതൊക്കെ ഈ മുക്കുവനായ പത്രോസിന് എങ്ങനെ സാധിച്ചു? ഒറ്റ വാക്കേ ഉള്ളൂ, ഒറ്റ വാക്ക്. അവന്റെ മേൽ പകർന്നിരിക്കുന്ന ഉയരത്തിലെ ശക്തിയാലാണ് അവന് കൂടെ ഈ പ്രവൃത്തികളെല്ലാം നടന്നതാ. ഇന്ന് രാത്രി ഞാൻ ദൈവാത്മാവിൽ നിങ്ങളോട് ദൂത് വിളിച്ചു പറയുകയാ, നീ ഒരു അത്ഭുതമായി മാറും. പോകുന്നിടത്ത് ചിലരെ മടക്കി വരുത്തുവാൻ, നിരാശരെ പിടിച്ചെഴുന്നേൽപ്പിക്കുവാൻ, അതെ തകർച്ചയിൽ നിന്ന് പിടിച്ച് വിജയത്തിലേക്ക്, ആശ്വാസത്തിലേക്ക്, സന്തോഷത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, സമയത്തിനു മുമ്പേ സകലത നശിപ്പിച്ചു കളയാൻ, നിന്റെ സ്വത്ത് നശിപ്പിക്കാൻ, സമാധാനം നശിപ്പിക്കാൻ, ദൈവിക നന്മകൾ നശിപ്പിക്കാൻ, അതെ പോരാടിക്കൊണ്ടിരിക്കുന്ന ദുഷ്ടപിശാചിനെ നോക്കി നീ ഉറപ്പോടെ പറ, ഇല്ല പിശാചേ, നിനക്ക് എന്നെ ജയിക്കാൻ കഴിയില്ല. കാരണം എന്റെ മേൽ പകർന്നിരിക്കുന്നത് തോറ്റവന്റെ ആത്മാവല്ല, വിജയിച്ചവന്റെ ആത്മാവാണ്. ഉയരത്തിലെ ശക്തിയാണ് എന്റെ മേൽ പകർന്നിരിക്കുന്നത്. ഈ പരിശുദ്ധ ശക്തി എങ്ങനെ ഉള്ളിടത്തോളം കാലം ഒരു ദുഷ്ടപിശാചിനും എന്നെ ജയിക്കുവാൻ കഴിയില്ല. മരണത്തിന്റെ ദൂതനെ തോൽപ്പിച്ച, മരണത്തിന്റെ തലയെ തകർത്ത ക്രിസ്തുവിന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, നീ പരാജയപ്പെടുവാൻ ദൈവം അനുവദിക്കുകയില്ല. കർത്താവ് ശക്തമായി ഇന്ന് രാത്രി ദൈവജനത്തോട് സംസാരിക്കുകയാ. ഞാൻ വേഗത്തിൽ പോകട്ടെ. ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവത്തിന്റെ ശക്തി, ആ കൃപ മതി. ആ കൃപ നമുക്ക് ആവശ്യം. ഈ കാലഘട്ടങ്ങളിൽ ജീവിക്കാൻ ദൈവത്തിന്റെ കൃപ മതി. അതൊന്നും മാത്രം മതി. അതുണ്ടെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ പരാജയപ്പെടുകയില്ല. ലോകത്തിൽ ഒന്നുമില്ലെങ്കിലും ദൈവത്തിന്റെ കൃപ നിന്റെ മേൽ ഉണ്ടെങ്കിൽ നീ പരാജയപ്പെടുകയില്ല ഇല്ല എന്ന പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ദൂത് വിളിച്ചു പറയുക. അതുകൊണ്ട് ദൈവമക്കളെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവത്തിന്റെ ശക്തിയാണ് നമ്മെ ബലപ്പെടുത്തുന്നത്. ദൈവത്തിന്റെ ശക്തിയാണ് നമ്മുടെ ജീവിതത്തിൽ ചില നന്മകളെ നമ്മളിലേക്ക് കൊണ്ടുതരുന്നത്. നോക്കുക, അടച്ചു വച്ചിരിക്കുന്ന ഇരുമ്പ് വാതിലുകളെ പോലും പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്നത് ദൈവത്തിന്റെ ശക്തിക്കാണ്. നമ്മളൊന്നും അറിയുന്നില്ല. പത്രോസ് തടവി കിടക്കുമ്പോ സഭസതയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു പത്രോസ് തടവറയിൽ ഉറങ്ങിക്കിടക്കുക. എന്നാൽ നിങ്ങൾ നോക്കിയാൽ രാത്രി ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വരുന്നു. 3 വാതിലുകൾ തുറക്കപ്പെടുന്നു. നമുക്കറിയാം പത്രോസിനെ പുറത്തു കൊണ്ടുവരുന്നു. പത്രോസിന് ഇതൊക്കെ ഒരു സ്വപ്നം പോലെ തോന്നുകയാണ്. പക്ഷേ ഇവിടെ കാരാഗ്രഹത്തിൽ കിടന്നവനെ ഒറ്റ രാത്രി കൊണ്ട് പുറത്തു കൊണ്ടുവന്നത് ദൈവത്തിന്റെ ശക്തിയാണ്. അപ്പോൾ ഇന്ന് രാത്രി നിങ്ങളോട് ദൈവാത്മാവ് വിളിച്ചു പറയുക, നിങ്ങളുടെ മുമ്പിൽ നിങ്ങളെ തകർക്കുവാൻ കൊണ്ടുവന്ന സകല പരിശോധനകളെയും നിങ്ങൾ അതിജീവിച്ചത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ കൃപയിൽ ദൈവത്തിന്റെ കൃപയില്ലായിരുന്നു എങ്കിൽ പ്രശ്നങ്ങളുടെ മുമ്പിൽ നമ്മൾ വീണുപോയേനെ. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറഞ്ഞു, ഇസ്രായേൽ പറയേണ്ടത് എന്തെന്നാൽ, യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നു എങ്കിൽ മനുഷ്യൻ നമ്മളോട് എതിർത്തപ്പോ അവർ നമ്മെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു. അപ്പൊ നമ്മെ എതിർത്ത പിശാചിന്റെ മുമ്പിൽ നാം വിജയിച്ചത് എങ്ങനെയെന്ന് ചോദിച്ചാൽ നമ്മുടെ പക്ഷത്ത് സഹായമായി ദൈവം ഉണ്ടായിരുന്നു. ഇന്ന് രാത്രി കുടുംബത്തിനകത്ത് ആരോഗ്യത്തോടെ നമ്മൾ ഇരിക്കുന്നത് പോലും ദൈവത്തിന്റെ സഹായത്താലാണ്. ഈ പകൽ മുഴുവൻ നമ്മെ പരിപാലിച്ചത് ദൈവത്തിന്റെ കൃപയാണ്. അനർത്ഥങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, ദുഃഖങ്ങളിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തത് ദൈവത്തിന്റെ കൃപയാണ്. ഇന്ന് രാത്രി ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, നീ പരാജയപ്പെടുവാൻ ദൈവം അനുവദിക്കുകയില്ല. കാരണം പരാജയപ്പെട്ട ഒരു ആത്മാവല്ല നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്. ആരാധിക്കാൻ വേണ്ടി മാത്രമല്ല, വഴി നടത്തുവാൻ പ്രാപ്തി തരുന്നതാണ് ദൈവത്തിന്റെ ആത്മാവെന്ന് പറയുന്നത്. ഏത് സാഹചര്യങ്ങളിലും ഉറച്ചു നിർത്തുന്നതാണ് ദൈവത്തിന്റെ ആത്മാവെന്ന് പറയുന്നത്. എല്ലാവരും കൈവിടുമ്പോഴും പതറാതെ നിൽക്കാൻ പ്രാപ്തി തരുന്നതാണ് ദൈവത്തിന്റെ ആത്മാവെന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവാത്മാവില്ലാതെ നമുക്ക് ഈ ഭൂമിയിൽ വിജയകരമായി നിത്യ ജീവിതം നയിക്കാൻ കഴിയില്ല. പോരാട്ടങ്ങളുടെ നടുവിൽ നിലനിൽക്കണമോ? പ്രതികൂലത്തിന്റെ മുമ്പിൽ പതറിപ്പോകാതെ നിൽക്കണമോ? എല്ലാവരും പോകുമ്പോഴും
ഞാനും നിങ്ങളും പോകാതെ നിൽക്കണമോ? ക്രിസ്തുവിൽ തന്നെ ആശ്രയിച്ചു നിൽക്കണമോ? അതിന് ഈ സ്വയം ശക്തി മാത്രം പോരാ. നമുക്ക് ദൈവത്തിന്റെ സഹായം കൂടിയേ പറ്റുകയുള്ളൂ. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് വിളിച്ചു പറയുന്നു, യഹോവയുടെ ശക്തി നിങ്ങളുടെ മേൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധനങ്ങളെ ദൈവം അഴിക്കും. നിങ്ങളുടെ ബന്ധനങ്ങളെ ദൈവം അഴിക്കും. ഓർക്കുക, 8 സംവത്സരമായി കിടപ്പിൽ നിന്ന് ഐനിയാസിനെ എഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ ശക്തി മരിച്ചുപോയ തബീതയെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് തിരികെ കൊണ്ടുവന്ന ദൈവത്തിന്റെ ശക്തി ഇന്ന് രാത്രി ചലിക്കുന്നുണ്ട്. നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ പലതും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ കഴിവുള്ള ദൈവത്തിന്റെ ശക്തി, നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ നന്മകൾ നിന്നെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ കഴിയാതെ തടസ്സമായി നിൽക്കുന്ന ദുഷ്ടപിശാചിനെ തകർത്തുകൊണ്ട് തന്നെ നിനക്ക് അവകാശം നൽകി, ആരോഗ്യം നൽകി, സന്തോഷം നൽകി, നന്മ തന്ന ദേശത്തിന്റെ മുമ്പിൽ മാനിപ്പാൻ കഴിയുന്ന ഒരു ദൈവ ശക്തി നിനക്ക് വേണ്ടി ചലിക്കുന്നുണ്ട്. നാളുകളായി ചില വിഷയങ്ങളുടെ മുമ്പിൽ ഭാരപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഉത്തരം കാണുവാൻ കഴിയാതെ നിരാശപ്പെട്ടുകൊണ്ട് ആരെങ്കിലും ഈ ശ്രദ്ധിക്കുന്നു എങ്കിൽ അവരോട് ദൈവാത്മാവ് ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, ഇല്ല, തീർന്നു പോയിട്ടില്ല. ദൈവത്തിന്റെ പ്രവൃത്തി നീ കാണുവാൻ പോകുക. ദൈവത്തിന്റെ കരം നീ അത്ഭുതകരമായി ചലിക്കുന്ന ദൈവത്തിന്റെ കരം നീ കാണുവാൻ പോകുകയാണ്. ഇന്ന് രാത്രി ദൈവാത്മാവ് വിളിച്ചു പറയുക. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പറയുന്നു, 100 വയസ്സുള്ളവന് മകനെ കൊടുത്ത ദൈവത്തിന്റെ ശക്തി. 100 വയസ്സുള്ളവന് മകനെ കൊടുത്ത ദൈവത്തിന്റെ ശക്തി. ഇനി നോക്കിക്കേ, പുരുഷനെ അറിയാതെ ഒരു സാധുവായ സ്ത്രീയുടെ ഉദരത്തിൽ കുഞ്ഞിനെ ജനിപ്പിച്ച ദൈവത്തിന്റെ ശക്തി. ആ അത്യുന്നതന്റെ ശക്തി അത് തീർന്നു പോയിട്ടില്ല, അതിന്റെ ശക്തി മങ്ങിപ്പോയിട്ടില്ല. ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളോട് പറയുന്നു, 100 വയസ്സുള്ളവന് മകനെ നൽകി കൊടുത്ത ശക്തി, ഒരു സാധുവായ സ്ത്രീയുടെ ഉദരത്തിൽ പുരുഷനെ അറിയാതെ ഒരു കുഞ്ഞിനെ സൃഷ്ടിച്ച ദൈവത്തിന്റെ ശക്തി. ഇന്ന് രാത്രി ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോട് പറയുന്നു, നിന്റെ പ്രശ്നത്തിന്റെ നടുവിൽ ചരിക്കുക തന്നെ ചെയ്യുക. നീ പോലും അറിയാതെ നിന്റെ ബലഹീനതയുടെ നടുവിൽ നീ പോലും സാധിക്കുകയില്ലെന്ന് പറഞ്ഞിരിക്കുന്ന വിഷയത്തിന്റെ മുമ്പിൽ ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, നീ വിശ്വസിക്കുന്നു എങ്കിൽ ആ ഉന്നതന്റെ ശക്തി നിന്റെ മേൽ നിലനിൽക്കും. അപ്പോ ഒരു പുരുഷ പ്രജ നിന്നിൽ ഉരുവാകും. യേശുവിന്റെ നാമത്തിൽ വരണ്ടിരിക്കുന്ന അനുഭവങ്ങളിൽ നിന്ന് ദൈവജനം വിടിവിക്കപ്പെടട്ടെ. വാഴ്ത്തത്തെ നന്മകൾ അനുഭവിക്കാൻ കഴിയാതെ ദൈവജനത്തെ പീഡിപ്പിക്കുന്ന, ദൈവജനത്തിന്റെ നന്മകളെ തടയുന്ന പോരികളെ ഇന്ന് രാത്രി അവിശുദ്ധൻ ശാസിക്കുകയാ. അബ്രഹാമിന്റെ മേൽ, സാറയുടെ മേൽ പ്രവർത്തിച്ച ദൈവത്തിന്റെ ശക്തി, അതേ കർത്താവേ മറിയയുടെ ശരീരത്തിൽ പ്രവർത്തിച്ച ദൈവത്തിന്റെ ശക്തി ഇത് രാത്രി നിരാശപ്പെട്ടിരിക്കുന്ന, സാധിക്കുകയില്ലെന്ന് പറയുന്ന, അതേ പരാജയപ്പെട്ടു പോയി എന്ന് പറയുന്ന ദൈവജനത്തിന്റെ ഉള്ളിൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ആ ഉന്നതന്റെ ശക്തി ചലിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ മനുഷ്യന് കഴിയാത്തതാ, നേതാക്കന്മാർക്ക് കഴിയാത്തതാ, കൂടെയുള്ളവർക്ക് കഴിയാത്തതാ, അതേ കർത്താവേ ഇന്ന് രാത്രി സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരിൽ ആ ദൈവിക അടയാളം നടക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് അസാധ്യമായതൊന്നുമില്ല, അസാധ്യമൊന്നുമില്ല. കൊടുങ്കാറ്റിനെ പിടിച്ചു നിർത്തിയ ദൈവത്തിന്റെ ശക്തി ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി ചലിക്കുന്നുണ്ട്. ദൈവമക്കളെ, നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാ. നിങ്ങളെ വിളിച്ചവൻ വഴിയിലിട്ടിട്ട് പോകുന്നവനല്ല, പോരാട്ടങ്ങളുടെ മുമ്പിൽ മാറി നിൽക്കുന്നവനല്ല, നിങ്ങളെ തകർക്കാൻ വരുന്ന പ്രതിസന്ധിയുടെ മുമ്പിൽ നിങ്ങളെ ഇട്ടിട്ട് പോകുന്നവനല്ല. നിങ്ങളെ വിളിച്ചത് പരിശുദ്ധയാത്മാവ് ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, നിന്നെ വിളിച്ചവൻ വീഴാതവൻ അവസാന നാൾ വരെ നിർത്തുവാൻ കഴിവുള്ളവനാ നിന്നെ വിളിച്ചത്. ഏത് ശത്രുവിന്റെ മുമ്പിൽ ബലത്തോട് നിർത്താൻ കഴിവുള്ളവനാ നിന്നെ വിളിച്ചിരിക്കുന്നത്. യേശു ക്രിസ്തുവാണ് നിന്നെ വിളിച്ചതെങ്കിൽ നീ പരാജയപ്പെടുകയില്ല. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ വിടുതൽ സംഭവിക്കട്ടെ. വാഴ്ത്തത്തെ നന്മ എവിടെ? ഉപവസിച്ചു, പ്രാർത്ഥിച്ചു, ആരാധിച്ചു, എനിക്ക് പ്രാപ്തിയുള്ളതുപോലെ ഞാൻ ചെയ്തു. എന്നിട്ടും ഈ കുത്തുവാക്ക് കേൾക്കുക, ഈ പരിഹാസം കേൾക്കുക, എന്റെ ജീവിതം ഇങ്ങനെ ബാക്കിയായല്ലോ എന്ന ചിന്തിച്ചു ഭാരപ്പെട്ട ഉള്ളം തകർന്നിരിക്കുന്ന ഹന്നമാരോട് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. കുത്തി സംസാരിക്കുന്നവന്റെ മുമ്പിൽ ചൂണ്ടിക്ക
ചൂണ്ടിക്കാണിച്ച് മറുപടി പറയത്തക്ക നിലയിൽ നിന്റെ ജീവിതത്തിൽ ചില മറുപടികൾ തരുവാൻ കഴിവുള്ള ഒരു ദൈവശക്തി നിനക്ക് വേണ്ടി ചരിക്കുമെന്ന ഇന്ന് രാത്രി ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അതേ ദൈവമക്കളെ, എവിടെ മറുപടി എന്ന് ചോദിച്ചവ, എവിടെ മറുപടി എന്ന് ചോദിച്ചവ, നിന്റെ പ്രാർത്ഥനയുടെ ഉത്തരം എവിടെയെന്ന് ചോദിച്ചവ ലജ്ജിച്ച് തല കുനിക്കുന്ന നിലയിൽ നിന്റെ നാവ് ചലിക്കുവാൻ പോകുക. ഈ കുഞ്ഞിന് വേണ്ടിയാണ് ഈ ആലയത്തിലിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചത്. എന്റെ പ്രാർത്ഥനയുടെ മറുപടിയാണ് ആമേ യജമാനനെ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ കുഞ്ഞെന്ന് പറഞ്ഞ ചൂണ്ടിക്കാണിച്ച് സംസാരിക്കുന്ന നിലയിൽ ചില പ്രാർത്ഥനയുടെ മറുപടികൾ നിന്റെ ജീവിതത്തിൽ ആമേൻ ഉണ്ടാകുവാൻ പോകുക. ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, യേശുവിന്റെ നാമത്തിൽ ദൈവജനത്തെ തളർത്തിക്കളയുന്ന, ദൈവജനത്തെ പ്രയാസപ്പെടുത്തുന്ന കൂട്ടപിശാചിന്റെ എല്ലാ പോരുകളും അഴിഞ്ഞു മാറട്ടെ. ആത്മാവേ, ഇന്ന് രാത്രി ശക്തമായി ഇടപെടണമേ, ഇന്ന് രാത്രി ശക്തമായി ഇടപെടണമേ. ദൈവാത്മാവ് ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ ദൈവമക്കളോട് വ്യക്തമായി സംസാരിക്കുന്നു. ഉയരത്തിലെ ശക്തിക്ക് അസാധ്യമല്ല, മനുഷ്യൻ അസാധ്യമെന്ന് പറഞ്ഞു നീ ഭാരപ്പെടേണ്ട. കാരണം നീ ആശ്രയിക്കുന്ന ദൈവത്തിന് സകലതും സാധ്യമാണ്, സകലതും സാധ്യമാണ്. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. കിടക്കുന്ന മനുഷ്യത്തിന്റെ വായിക്ക് കിടക്കുന്ന പണത്തെ പോലും കരയിൽ നിന്ന് കണ്ടവൻ നിന്നെ കാണുന്നുണ്ട്, നിന്റെ അവസ്ഥ കാണുന്നുണ്ട്, നിന്റെ വേദന കാണുന്നുണ്ട്. കൂടെ കിടന്നുറങ്ങുന്നവർക്കും എന്റെ അവസ്ഥ എന്തെന്നറിയാതിരിക്കുമ്പോ എന്നെ നന്നായി അറിയുന്ന ഒരു ദൈവമുണ്ട്. അവൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, എനിക്ക് അസാധ്യമായി ഒന്നുമില്ല. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധ ആത്മാവ് വിളിച്ചു പറയുന്നു, ഒരു സാധു സ്ത്രീയുടെ ഉദരത്തിൽ പുരുഷനെ അറിയാതെ അവൻ കുഞ്ഞിനെ ജനിപ്പിക്കുവാൻ കഴിവുണ്ട ദൈവത്തിന്റെ ശക്തിക്ക്, അതെ ഇന്ന് രാത്രി വൃദ്ധയായിരിക്കും എലിസബത്തിന് ഒരു മകനെ കൊടുക്കുവാൻ കഴിവുള്ള ദൈവത്തിന്റെ ശക്തിക്ക് നിന്റെ പ്രശ്ന ഒരു വിഷയമല്ലെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. നീ ഏത് വിഷയത്തിന്റെ മുമ്പിൽ ഭാരപ്പെട്ടിരിക്കുന്നുവോ ദൈവാത്മാവ് പറയുന്നു, വരും ദിനങ്ങൾ നിന്റെ പ്രാർത്ഥനയുടെ മറുപടി നീ കയ്യിൽ ഏറ്റുവാങ്ങുന്ന ദിനമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുന്നു. അതേ സെക്രിയാവേ, വർഷങ്ങളായുള്ള നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ഞാനിതാ ഇറങ്ങി വന്നിരിക്കുന്നു. വരും ദിവസങ്ങൾ നിന്റെ നിന്ന മാറുന്ന ദിവസമാണ്, നിന്റെ കടതീരിന് അറുതി വരുന്ന ദിവസമാണ്. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് നീ ചോദിക്കേണ്ട. ഇത് സംഭവിക്കുന്നത് ഉയരത്തിലെ ശക്തിയാണ്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ചില പ്രാർത്ഥനയുടെ മറുപടികൾ ദൈവജനത്തിന്റെ ഇടയിൽ വെളിപ്പെടുന്ന കർത്താവേ, ആരും സഹായിക്കും, എങ്ങനെ മുന്നോട്ട് പോകും, എന്ത് ചെയ്യണമെന്നറിയാൻ കഴിയാതെ പകച്ചു നിൽക്കുന്ന ദൈവമക്കളോട് ദൈവാത്മാവ് ഇന്ന് രാത്രി ദൂത് വിളിച്ചു പറയുന്നു, സെക്കരിയാവേ, നാളുകളായുള്ള നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ഞാനിതാ നിന്റെ മുമ്പിൽ ഇറങ്ങി വന്നിരിക്കുന്നു. നിന്റെ കണ്ണുകളിൽ നീ ഒരു അത്ഭുതം കാണുവാൻ പോകുക. ഏത് പ്രശ്നങ്ങൾ തടസ്സമായി എതിരായി നിൽക്കട്ടെ, നീ ഭാരപ്പെടേണ്ട. ഉയരത്തിൽ ഒരു ശക്തിയുണ്ട്, പരിശുദ്ധയാത്മാവ്. ഇന്ന് രാത്രി ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, പരിശുദ്ധയാത്മാവ്, ബന്ധനങ്ങളെ അടിക്കുന്ന ആത്മാവ്, രോഗങ്ങളെ സൗഖ്യമാക്കുന്ന ആത്മാവ്, പ്രാർത്ഥനയുടെ മറുപടി കൈ കൊണ്ട് തരുന്ന ആത്മാവ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരിൽ അത് വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് വെളിപ്പെടട്ടെ. അത്ഭുതത്തിന്റെ കര, അത്ഭുതത്തിന്റെ കര ഇവിടെ ചലിക്കുകയാണ്, അത്ഭുതത്തിന്റെ കര ഇവിടെ ചലിക്കുകയാണ്. മുമ്പിൽ നിൽക്കുന്ന പ്രതിസന്ധികൾ രണ്ടായി വഴുതി മാറാൻ പോകുക, മുമ്പിൽ നിൽക്കുന്ന പ്രതിസന്ധികൾ രണ്ടായി വഴുതി മാറാൻ പോകുക. മുന്നോട്ട് വിടാൻ കഴിയാതെ നിന്നെ കെട്ടിയിരിക്കുന്ന ബന്ധനങ്ങൾ അഴിയാൻ പോകുക. അത് ചണനൂല് പോലെ നിന്നിൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തിയാ അത് അഴിഞ്ഞു മാറ്. ആമേൻ. വിശ്വാസത്തോടെ നീ വാക്കുകൾ ഉയർത്തുക, സംസാരിക്കുക, പ്രതിസന്ധികളെ നോക്കി വിളിച്ചു പറയുക. ദാവീദിനെ പോലെ വിളിച്ചു പറ, എന്റെ ദൈവത്താ ഞാൻ ഇതിനെ ചാടിക്കടക്കും. യേശുവിന്റെ നാമത്തിൽ നിരാശകൾ മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ ഭാരങ്ങൾ മാറട്ടെ. ഇന്ന് രാത്രി ദൈവത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. ആത്മീക വിടുതലായി, ദൈവിക ശക്തിയായി, പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളിൽ വെളിപ്പെടട്ടെ.
യേശുവിന്റെ നാമത്തിൽ ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, ഉയരത്തിലെ ശക്തിമതി, നിന്റെ രോഗപീഠകൾ അഴിയും. ഏത് രോഗം നിന്റെ കൂടെ ഇപ്പോൾ ഉണ്ടെങ്കിലും ശരി, ദൈവം നിന്നെ നടത്തും. അതിശയവും അത്ഭുതവുമായി നിന്നെ നടത്തും. ആമേൻ. ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, വാഗ്ദത്തങ്ങൾ നീ കാണാതെ അനുഭവിക്കാതെ മരിക്കുകയില്ല. ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, പ്രാർത്ഥനയുടെ മറുപടി നിന്റെ കയ്യിൽ ഏറ്റുവാങ്ങാതെ നീ ഈ ലോകം വിട്ടു പോകുകയില്ല. ദൈവം വാക്ക് പറഞ്ഞാൽ അത് ചെയ്യുന്നവനാ. നിന്റെ കണ്ണടയുന്നതിന് മുമ്പ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിവുള്ള ഒരു ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. ഞാൻ എന്റെ വാക്കിൽ അവസാനിപ്പിക്കുന്നു. കൃപ മതി, ദൈവത്തിന്റെ കൃപ. സകലത്തിനെയും ജയിക്കുവാൻ കഴിവുള്ള ദൈവത്തിന്റെ കൃപ, അത് മതി നമുക്ക്. അതിൽ ആശ്രയിച്ചുകൊണ്ട് തളരാതെ നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ഈ ഗ്രൂപ്പിന്റെ അഡ്മിൻ, അതുപോലെ തന്നെ എല്ലാ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും എന്റെ നന്ദി അറിയിക്കുന്നു. പ്രാർത്ഥനയിൽ ഓർക്കാം. ദൈവം ധാരാളമായി നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.